എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എനർജീസ് കൂടി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനും, നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ എനർജിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതറിയാനും വേണ്ടിയിട്ടാണ്. ചിലർ ഒരു എന്താ പറയുക, ടെമ്പററി ബ്രേക്കപ്പ് എടുത്ത് പോയിരിക്കാം, അവർ വീണ്ടും തിരിച്ചു വന്നിരിക്കാം. അപ്പോൾ ഇൻറ്റൻഷൻസ് ശരിയായിട്ടുള്ളത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഓക്കെ, ഈ റീഡിങ്ങിന് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ടൈംലെസ് എന്ന് പറയുന്നത്. ചിലർ ഡൗട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഇൻറ്റൻഷൻസ് വെച്ചുകൊണ്ടാണ് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. കെൽറ്റിക് ക്രോസ് ചെയ്യാം ഡിവൈൻ. കെൽറ്റിക് ക്രോസ് റീഡിങ് എനിക്ക് തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഇൻറ്റൻഷൻസ് വെച്ചുകൊണ്ടാണ് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് ഇൻറ്റൻഷൻസ് വെച്ചുകൊണ്ടാണ്, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു തരും. കെൽറ്റിക് ക്രോസ് ആണ് ഡിവൈൻ ഞാൻ ചെയ്യാൻ പോകുന്നത്. Star, okay. 3 of Swords, 6 of Pentacles, Knight of Pentacles, Moon, 10 of Cups, 9 of Cups. Okay. Celtic ക്ലോസിൽ ഞാൻ ഈ 3 കാർഡ്സും വീണ്ടും 3 കാർഡ് വെച്ച് ക്ലാരിഫൈ ചെയ്യും കേട്ടോ. Clarify the star. Please clarify the star. Please clarify the star. Wheel of Fortune, Page of Pentacles and Lovers. ഓക്കെ, സ്റ്റാറിനെ ക്ലാരിഫൈ ചെയ്തത് ഈ 3 കാർഡുകളാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളൊരു ഭാഗ്യവും കൊണ്ടുവന്ന വ്യക്തിയാണ് കേട്ടോ. ഏറ്റവും ഒരു ഭാഗ്യതാരം, ഭാഗ്യ നക്ഷത്രം എന്നൊക്കെ പറയാം. നിങ്ങളോട് അവർക്ക് ഭ്രാന്തമായ സ്നേഹമാണ്. ഓക്കെ, ഒരുപാട് സ്നേഹമാണ്. നിങ്ങളവരുടെ ലക്കി ചാമാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ട് ഇന്ന് കണക്റ്റഡ് ആയിരിക്കണം. ഓൺലൈനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ടാവുക, കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടാവുക കേട്ടോ. എന്ത് തന്നെ ആയാലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങളായിട്ട് ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി എല്ലാ രീതിയിലും തന്നെ പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ലൈഫ് ലോങ് എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ക്ലാരിഫൈ 3 of Swords. Clarify 3 of Swords. Clarify 3 of Swords. Clarify 3 of Swords. Ace of Cups. 3 of Wands. Star. Okay. നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അവർ മാരീഡ് ആയിരുന്നിരിക്കും. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ കൂടി അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ അവരുടെ സ്പൗസുമായിട്ട് സെപ്പറേറ്റഡ് ആണ്, അവിടെ ഒരു ഡിവോഴ്സ് നടന്നിരിക്കാം. അല്ലെങ്കിൽ അവരൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, അവർക്കൊരു പ്രീവിയസ് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പായ സിറ്റുവേഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ സമയത്ത് നിങ്ങളാണ് അവർക്ക് എന്താ പറയുക, താങ്ങും തണലോ ആയിട്ട് നിന്ന് അവരെ അതിൽ നിന്നും ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും പുറത്ത് വരാൻ സഹായിച്ചത് നിങ്ങളാണ്. ഓക്കെ, അത് ഡിവോഴ്സ് ആയാലും അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ അവർക്കൊരു ഭാഗ്യതാരമായിട്ടാണ് അവരുടെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സ് ഏറ്റവും ഇമോഷണലായിട്ട് എന്താ പറയുക, അവരുടെ ഉള്ളിലുള്ള സകല ഇമോഷൻസും അവർ തുറന്ന് പറയുന്നതും അവരെന്ത് കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നതും
നിങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഇവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനോ നിങ്ങളെ ചതിക്കാനോ ഒന്നും അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ക്ലാരിഫൈ 6 of Pentacles, clarify 6 of Pentacles, clarify 6 of Pentacles. Four of Pentacles, Temperance, okay. Seven of Swords, okay. ഇവരുണ്ടല്ലോ, ഇവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും ഇവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം. പക്ഷേ ശരിക്കും വെളിപ്പെടുത്തിയിട്ടില്ല ഇവർ. പക്ഷേ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ മറ്റ് സുഹൃത്തുക്കൾ വഴി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ സകല അപ്ഡേറ്റ്സ് ഇവർ കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മറ്റുള്ളവർ ത്രൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്ന പ്രോബ്ലം ഉണ്ടോ, ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ്നെസ് ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ അറിയിക്കണം അവരുണ്ട് നിങ്ങളുടെ ലൈഫിൽ, താങ്ങും തണലുമായിട്ട് നിങ്ങൾക്ക് എന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. തുറന്ന് പറയാൻ ഇവർക്ക് ഭയമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളത് എങ്ങനെ എടുക്കും എന്നറിയില്ല എന്നൊരു ഭയം കാരണം ആ ഫീലിങ്സ് മനസ്സിലേക്ക് തന്നെ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. തുറന്ന് പറയാൻ പറ്റാത്തൊരു വിഷമത അവർ അനുഭവിക്കുന്നതായിട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളായിട്ട് അവരുടെ അടുത്ത് ഇഷ്ടം തുറന്ന് പറയണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ വല്ലാതെ പ്രാർത്ഥിക്കുന്നതായിട്ടും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവരുടെ ആഗ്രഹം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടേതാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എപ്പോഴാണ് നമ്മൾ ചെയ്യുക? നമ്മുടെ പാർട്ട്ണർ ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അവരുടെ പാർട്ട്ണറായിട്ട് കൂടെ വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തുറന്ന് പറയാൻ ഭയമാണ് കേട്ടോ. അപ്പോൾ ഉദ്ദേശം സപ്പോർട്ട് ചെയ്യൽ, കൂടെ ഒന്നിച്ച് നിൽക്കൽ, റിലേഷൻഷിപ്പ് ബാലൻസിൽ എത്തിക്കലൊക്കെ തന്നെയാണ്. തുറന്ന് പറയാൻ പേടിയാണ്, അതാണ് കാര്യം. ഓക്കെ, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ വോയിസ് പിന്നെ മാറിയല്ലേ, ഇന്നലെ വീണ്ടും ഇൻഫെക്ഷനായി. Clarify Knight of Pentacles, clarify Knight of Pentacles, clarify Knight of Pentacles. Six of Cups, Queen of Pentacles, the World. Okay, ഇവിടെ ഡിസ്റ്റൻസ് ആണ് പ്രശ്നമായിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. പരസ്പരം ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന വ്യക്തികളുമാണ്. ഫൈനാൻസസ് ആയിരുന്നു നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് അവർ ഫേസ് ചെയ്തിരുന്നത്. കരിയർ ആയിട്ടുണ്ടാവില്ല, ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തുതന്നെയായാലും അവർ സ്ലോ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ സിറ്റുവേഷൻ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് പീരീഡിലാണെന്ന് കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ആണ്, ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് അവർ ഉള്ളത് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് സ്റ്റെബിലിറ്റി ആയിട്ടില്ല, അവരതിന് ടുവേർഡ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നോക്കാം. കോമൺ ഫ്രണ്ട്സ് ത്രൂ എന്തെങ്കിലും ഒരു രീതിയിൽ ഇവർ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അന്നേരം ആലോചിക്കാം. അന്നും നിങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ. തൽക്കാലം ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് ഉള്ളതായിട്ട് കാണുന്നു. അവർ ചിന്തിക്കുന്ന ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ നിങ്ങളെ ഒരു റിലേഷനിലേക്ക് വലിച്ചഴച്ചിട്ട് അത് ഫ്ലോപ്പ് ആയാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും പ്രാക്ടിക്കലി വെയിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലായതിനു ശേഷം മുന്നോട്ട് പോകാം എന്നുള്ള പ്രാക്ടിക്കൽ തോട്ടിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അത് കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു ആത്മാർത്ഥത കുറവൊന്നുമില്ല.
പക്ഷേ ഫൈനാൻസസിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു. ഓക്കെ, അവരുടെ ഉദ്ദേശം, ലോങ് ടേം ഉദ്ദേശം നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്നുള്ള റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് തന്നെയാണ്. നല്ല ഉദ്ദേശം തന്നെയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് സ്ട്രെസ്സ് തരണ്ട, ഫൈനാൻഷ്യൽ ക്രൈസിസ് തരണം ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ. Queen of Cups, Ace of Wands, Page of Cups. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത് ഇവർ കുറച്ച് ഇമോഷണലി കുറച്ച് വീക്കായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന വ്യക്തികളാണ്. നിങ്ങളുമായിട്ട് ഭയങ്കര അതിതീവ്രമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ് ഇവർ. റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ ഇവർക്ക് ചുറ്റിനും നിങ്ങൾ റെഗുലറായിട്ട് സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷേ റൊമാൻറ്റിക്കലി അല്ല സംസാരിക്കുന്നത്, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാറുണ്ടായിരിക്കും. ഓക്കെ, റെഗുലറായിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെയും തമ്മിൽ കാണുന്ന പോലെയും എല്ലാം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് കൂടുതലായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടായിരിക്കും, ബട്ടർഫ്ലൈസ് കാണാറുണ്ടായിരിക്കും. നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് പറക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര താല്പര്യം ഇവർ കാണിക്കാറുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഒരു പേടിയുണ്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ. ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം, അതും വെരി സ്ട്രോങ് ഇമോഷണൽ, ഫിസിക്കൽ ബോണ്ടിങ്ങിനേക്കാൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷേ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അവരോടത് ഇഷ്ടമില്ലേ, നിങ്ങൾ വെറും ഒരു ഫ്രണ്ടായിട്ടാണോ ഇവരെ കാണുന്നത് എന്നുള്ള ചിന്ത. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാൾ പ്രായത്തിൽ ചെറുതായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രായ വ്യത്യാസം കൊണ്ട് അവരൊന്ന് സംശയിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ റൊമാൻറ്റിക്കലി അല്ലയോ ഇവരെ കാണുന്നത്, വെറും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണോ നിങ്ങൾ ഇവരെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി, ആ ഏജ് ഡിഫറൻസിൻ്റെ ഇൻസെക്യൂരിറ്റി ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. തുറന്ന് പറയാൻ ഭയമുള്ളതുപോലെ കേട്ടോ. ഉദ്ദേശം എന്താണ്, റൊമാൻറ്റിക്കൽ കണക്ഷൻ തന്നെയാണ്, പക്ഷേ ഭയം. കാരണം എന്താണ്, ഏജ് ഡിഫറൻസ്. ഓക്കെ, അടുത്തത് പട്ടികൾ കുരയ്ക്കേണ്ട സൗണ്ട് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ക്ലാരിഫൈ 10 of Cups, ക്ലാരിഫൈ 10 of Cups, ക്ലാരിഫൈ 10 of Cups. എന്തുകൊണ്ടാണ് 10 of Cups ഇവിടെ വന്നിരിക്കുന്നത്? ഡിവൈൻ 5 of Cups, Justice, 3 of Swords. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയത് ഒരു കുടുംബം നിങ്ങളുടെ ഒപ്പം ഫോം ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ തന്നെയാണ്. ഉദ്ദേശമൊക്കെ നല്ലത് തന്നെ ആയിരുന്നു. പക്ഷേ ഇവർ ഒരു ഓൾറെഡി ഫാമിലി ഉള്ള കൂട്ടരാണ്. അവിടെ ഒരു എന്താ പറയുക, കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ വിധി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ആ കേസ് പ്രതികൂലമാവുമോ എന്നുള്ളൊരു ഭയവും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് സെപ്പറേഷൻ നടക്കാതെ പോകുമോ എന്നൊരു ഭയവും അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനായി പോകുമോ എന്നുള്ളത്. അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുമൊത്ത് ഒരു എന്താ പറയുക, വിവാഹം എന്നൊരു കുടുംബം ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊരു ജഗ്ലിങ്ങിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. കേസ് നീണ്ടുപോകുന്നു. അത് ഇവർക്ക് പ്രതികൂലമായി വരുമോ എന്നുള്ളൊരു ഭയം, വിധി പ്രതികൂലമായി വരുമോ എന്നുള്ളൊരു ഭയവും ഇവരെ അലട്ടുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഭയങ്കരമായി ചിന്തയിൽ, ടെൻഷനിൽ, സ്ട്രെസ്സിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇൻറ്റൻഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേഷന് ശേഷം വിവാഹം എന്നുള്ളത് തന്നെയാണ്. ക്ലാരിഫൈ 9 of Cups, ക്ലാരിഫൈ 9 of Cups, ക്ലാരിഫൈ 9 of Cups. Ace of Pentacles, 6 of Pentacles, 10 of Cups. വെരി ഗുഡ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. 6 of Pentacles ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം. അതായത്
സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം. അതോടൊപ്പം നിങ്ങളുടേതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവരുടെ നെഞ്ചിലേക്ക് കൂടി കയറ്റി വയ്ക്കുന്നതായിട്ട് ആണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, നിങ്ങളുമായിട്ടൊരു കുടുംബം വേണം, നിങ്ങളുമൊത്ത് കുഞ്ഞുങ്ങൾ വേണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ അവർ റെഡിയാണ്. അവരുടെ ലൈഫിൽ പൊതുവെ ഹാപ്പിയാണ്. അവിടെ അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നും അവർ ഫേസ് ചെയ്യുന്നില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വേണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് വേണം, നിങ്ങളെ അവരുടെ സ്വന്തമാക്കണം, നിങ്ങളിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ലോങ് ടേം നിങ്ങൾ ഒരുമിച്ചിരിക്കണം. അതാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ അധികം സിനാറിയോ നമുക്ക് ഇൻ ഡെപ്തിൽ കെൽറ്റിക് ക്രോസിൽ കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റ് സിനാറിയോസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇന്ന് കണക്റ്റ് ആയത് ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വേറെന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ടേ. അപ്പോൾ ദയവായി ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.